ഇതാരാ ഈ സമയത്ത്? കാർത്തു, ആരാന്നൊന്ന് പോയി നോക്കിയേ. ആ കൃഷ്ണേട്ടാ, ഞാൻ പോവാ. ഗുഡ് മോർണിംഗ് അവർ ഡിയറസ്റ്റ് മോം. മൂട് കളയാനായിട്ട് ഇതാരാ ഈ നേരത്ത്? ഹലോ ഹലോ കാവ്യ, എന്താ കൊക്കോ പതിവില്ലാത്തൊരു നീട്ടല്? കാര്യം പറ. അല്ല കാവ്യേ, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നോ? ആ കഴിഞ്ഞു, ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലോട്ട് പോവുകയാണെങ്കിലേ ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞ് ഹോസ്പിറ്റൽ വഴി പോവാവോ? പിക്ക് ചെയ്യാനായിരിക്കും അല്ലേ? ഓഫ് കോഴ്സ്. അല്ല, എങ്ങനെ മനസ്സിലായി? കാളവാല് പൊക്കുന്നത് കണ്ടാൽ ആർക്കായാലും മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. വാലോ? എനിക്കോ? എനിക്ക് വാലൊന്നും ഇല്ലല്ലോ. അത് വിട്. അതെ കാവ്യ, എന്തായാലും നീ പോകുന്നതല്ലേ, അപ്പോ ജസ്റ്റ് എന്നെ കൂടെ ഒന്ന്. ശരി ശരി, ഞാൻ ഇപ്പൊ വരാം. ആ ഓക്കെ കാവ്യ. കാവ്യ എന്താടി, നീ അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ, ഒരു പൂച്ച വാലും പോക്കി നിപ്പുണ്ട്. ആഹാ, എന്താ ഒരു കിണി. ഹലോ മാഡം, എന്താണ് ഈ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുന്നേ? നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നതാ. ആ എന്നാ പിന്നെ ഇനി ഒന്നും നോക്കണ്ട, നേരെ വീട്ടിലോട്ട് വിട്ടോ. അത് പറ്റില്ല, നിന്നെ പോലെ ഒരു മുതല് വേറൊരിടത്ത് കാത്തു നിൽക്കുക. എന്നെ പോലെയോ? ആര്? വേറെ ആര്? കുക്കു കുറച്ചു മുന്നേ വിളിച്ചിരുന്നു, ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിൽക്കുക, വന്ന് പിക്ക് ചെയ്യാൻ. ഓക്കെ, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. അമ്മാ അമ്മോ അമ്മാ, നല്ല വിശപ്പ്. എന്താ ഉള്ളതെന്ന് വെച്ചാ എല്ലാം ഇങ്ങ് എടുക്ക്. അമ്മാ അമ്മാ. അല്ല, ഇതെവിടെ പോയി? കാവ്യ, അമ്മ അച്ഛനെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അവരെവിടെ പോവാനാ? അവിടെ എവിടെങ്കിലും കാണും, നീ ഒന്നോടെ പോയി നോക്കേ. വിളിച്ചു നോക്കട്ടെ. ആരാ കാവ്യ അത്? അറിയില്ല, അൺനോൺ നമ്പറാ. ഹലോ മോളെ, അമ്മയാ ഇത്. അമ്മ 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 എവിടെയാ? എന്താ പറ്റി മോളെ? ഞങ്ങള്. ഹലോ ഹലോ അമ്മ, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ മിസ്സിസ് കാവ്യ അർജുൻ. ഡി കെ? അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? എവിടെയാണ് എന്റെ അമ്മയും അച്ഛനും? എന്താ കാവ്യ ഇത്? ഒന്നുമില്ലേലും ഒരുപാട് വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നതല്ലേ, അപ്പോ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഡി കെ, മര്യാദയ്ക്ക് പറഞ്ഞോ, എവിടെയാ ഞങ്ങളുടെ അച്ഛനും അമ്മയും? അല്ല, ഇതാര്? അഡ്വക്കേറ്റോ? ഡി കെ, മര്യാദയ്ക്ക് നീ പറഞ്ഞോ, എവിടെയാ എന്റെ അച്ഛനും അമ്മയും എന്ന്. ഇല്ലെങ്കിൽ
നീ ഇനി ജീവനോടെ കാണില്ല. എന്താ വേദ നീ പറയുന്നേ? നിന്റെ അച്ഛനും അമ്മയും എന്റെ കയ്യെത്താ ദൂരത്താ ഉള്ളത്. എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. DK, വേണ്ട, നീ അവരെ തൊട്ട് കളിക്കരുത് പ്ലീസ്. DK, നിനക്ക് എന്താ വേണ്ടത്? ആ, അത് മര്യാദ. ഈ ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? നീ ഇനിയും പറഞ്ഞില്ല നിനക്ക് എന്താ വേണ്ടത്. നിങ്ങളെ. എനിക്ക് വേണ്ടത് നിങ്ങളെയാ. ഞങ്ങളെയോ? യെസ്, നിങ്ങളെ തന്നെ. ഞാനൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങൾ 4 പേരും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ അതിബുദ്ധി വല്ലതും കാണിച്ച അറിയാലോ എന്നെ. നിന്റെയൊക്കെ തള്ളയുടെയും തന്തയുടെയും ജീവൻ ഞാനിന്ന് എടുക്കും. വേണ്ട, അതിന്റെ ആവശ്യം വരില്ല. ഞങ്ങൾ ഉടനെ വരാം. ഗുഡ് ഗേൾസ്. അപ്പൊ ശരി, നമുക്ക് നേരിട്ട് കാണാം. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. നമ്മളിനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ആ ഞായറാഴ്ച ലൊക്കേഷനിൽ പോണം. ഇല്ലെങ്കിൽ അവൻ നമ്മളെ അമ്മയും അച്ഛനെയും. അത് ശരിയാ, നമ്മൾ ലേറ്റ് ആവും തോറും നമ്മുടെ അമ്മയും അച്ഛന്റെയും ജീവനിൽ ആപത്ത്. ഇനി ഒരു വഴിയുമില്ല, നമുക്ക് പോയേ പറ്റൂ. കാവ്യ, അവൻ പറഞ്ഞത് വെച്ചിട്ട് ഇത് തന്നെയല്ലേ ലൊക്കേഷൻ? ആ, ഇത് തന്നെയാ. വെൽക്കം വെൽക്കം വെൽക്കം. ലോങ് ടൈം നോ സീ. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നു. എവിടെയാടാ എന്റെ അച്ഛനും അമ്മയും? ധ്രുവ, അമ്മ, നീ വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു. മര്യാദയ്ക്ക് ഇനി എന്റെ അച്ഛനും അമ്മയും അഴിച്ചുവിട്. വരാൻ പറഞ്ഞു, നിങ്ങൾ വന്നു. ബട്ട് എന്റെ ആവശ്യം അത് കഴിഞ്ഞില്ലല്ലോ. ആവശ്യോ? ഇനിയും നിനക്ക് എന്താ വേണ്ടത്? ദേ, ഇത് നിങ്ങളുടെ കമ്പനിയും പിന്നെ നിങ്ങൾ കൈവച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിയും. എനിക്ക് വേണ്ടത് നിങ്ങളെ 4 എണ്ണത്തിന്റെയും സൈന. ഞങ്ങൾ അതിൽ
സൈൻ ചെയ്തെന്ന് കരുതി ആ പ്രോപ്പർട്ടിയും കമ്പനിയും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്താ ഡോക്ടർ ഇത്? അതെനിക്ക് അറിയാഞ്ഞിട്ടാണോ? നിന്നെയൊക്കെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ അറിയാമെങ്കിൽ നിന്റെയൊക്കെ മറ്റവന്മാരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനും എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് 4 അതിൽ സൈൻ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അറിയാലോ. മോളെ, നിങ്ങൾ അതിൽ സൈൻ ചെയ്യരുത്. ഞങ്ങൾക്ക് എന്ത് വേണേലും സംഭവിച്ചോട്ടെ. അതിന് ഇവന്മാർക്ക് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. തളെ മിണ്ടാതവിടെ ഇരുന്നോണം, ഇല്ലെങ്കിൽ ആ കഴുത്തി ഇരിക്കുന്നതിന് ഞാനങ്ങ് അമർത്തി പിടിക്കും. വെറുതെ ആവശ്യത്തായിട്ട് ചാവണം നിങ്ങക്ക്. നിന്റെ ഭാര്യ എന്താടോ ഇവരുടെ അടുത്ത് പറഞ്ഞത് തന്നെയാ നിന്റെ അടുത്തും പറയാനുള്ളത്. കൊന്ന് കുഴിച്ചു മൂടി ഞാൻ 2 എണ്ണത്തിന്. വേണ്ട, നീ അവരെ ഒന്നും ചെയ്യരുത്. നിനക്ക് സൈനല്ലേ വേണ്ടത്? ഞാനിടാം. മോളെ കുക്കു, എന്താ നീ പറയുന്നേ? സോറി അച്ഛാ, ഇനി എനിക്കും വയ്യ നിങ്ങൾ ഇങ്ങനെ കാണാൻ. മോളെ വേണ്ട, പ്ലീസ്, അച്ഛാ പറയുന്നേ. സോറി അച്ഛാ. മോളെ വേദ, പ്ലീസ്, അമ്മയായി പറയുന്നേ. വേണ്ട മോളെ, നീ അതിൽ സൈൻ ചെയ്യരുത്. സോറി അമ്മ, എനിക്ക് വയ്യ. ഇനി നിങ്ങളെ കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. സോറി അമ്മ. അച്ഛാ, എന്നോട് ക്ഷമിക്ക്. മോളെ കാവ്യ, നീയെങ്കിലും ഈ അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. അതിൽ സൈൻ ചെയ്യരുത് പ്ലീസ്. നിനക്കറിയാലോ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഈ കമ്പനി കൊണ്ടുവന്നേന്ന്. ഒന്ന് കേക്ക് മോളെ പ്ലീസ്, അതിൽ സൈൻ ചെയ്യരുത്. ഇതാ, നിനക്ക് വേണ്ടത് ഇതല്ലേ? ഇനി അമ്മ അച്ഛനെയും വെറുതെ വിട്. വിടാനോ? എവിടേക്ക്? ഡാ, നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയില്ലേ? ഇനി മര്യാദയ്ക്ക് എന്റെ മക്കളെ പറഞ്ഞു വിട്ടോണം. അതെങ്ങനെ ശരിയാവും? ഡികെയുടെ ആഗ്രഹം മാത്രമേ നടന്നുള്ളൂ. നമുക്കും ചില ആഗ്രഹങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളെ എല്ലാരെയും വിട്ടേക്കാം. കുറെ കാലമായിട്ടുള്ള ആഗ്രഹം ഇത്രയും അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് അത് തീർക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ, അല്ലേ മിസ്സിസ് കാവ്യ അർജുൻ? കല്യാണം കഴിഞ്ഞിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടി. എന്താ, ഭർത്താവ് നിന്നെ ശരിക്കും പെരുമാറാറില്ലേ? ഡാ, എന്റെ മോളെ ഉണ്ടാതിരിക്കട അവിടെ. എത്ര വർഷമായിട്ട് കാത്തിരിക്കുന്നെന്നറിയോ ഇവളെ ഒന്ന് കയ്യിൽ കിട്ടാൻ. നിന്നെ അന്നേ ഞാൻ നോട്ടമിട്ട് വെച്ചതാ. പക്ഷേ നിന്റെ സ്ഥാനത്ത് മറ്റവളെയാ കിട്ടിയത്. എന്താ അവളുടെ പേര്? ആ, നീതു. എന്തായാലും കയ്യിൽ കിട്ടിയത് വെറുതെ വിടാൻ തോന്നിയില്ല. ഞാനൊന്ന് പെരുമാറി. പാവം, എന്നെ താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ദൈവം നേരത്തെ അതിനെ അങ്ങോട്ട് വിളിച്ചു. ഒന്ന് അടങ്ങടി നീ. അങ്ങോട്ടേക്കൊന്ന് നോക്കിയേ. നിന്റെ അമ്മയും അച്ഛനും ജീവനോടെ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം, ഇല്ലെങ്കിൽ അറിയാലോ.
കിടന്ന് കാറാതടോ, മനുഷ്യന്റെ ചെവി അടിച്ചു പോകുന്നു. റെഡി, നിന്നെ ഞാൻ അത് ശരിയാ, നമ്മൾ ലേറ്റ് ആകും തോറും നമ്മുടെ അമ്മ അച്ഛന്റെയും ജീവനിൽ ആപത്ത്. ഇനി ഒരു വഴിയുമില്ല, നമുക്ക് പോയേ പറ്റൂ. കാവ്യ, നേഹ, നീ എന്താ ഈ പറയുന്നേ? ദേ ഇത് ഇത് ആനം ഫോണല്ലേ? ആനം ഫോണോ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഈ നേരത്തെ ഈ ഫോണും വെച്ച് എന്ത് ചെയ്യാനാ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വേദ, നിനക്കറിയോ? FBI ഓഫീസേഴ്സ് അണ്ടർ കവർ ഏജന്റുകൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഫോണാണ് ഈ ഫോൺ. കാണുമ്പോൾ സാധാരണ ഒരു ഫോൺ പോലെ തോന്നും, എന്നാൽ സാധാരണ ഫോണിനേക്കാൾ അപേക്ഷിച്ച് ഇതിന്റെ യൂസ് വളരെ വലുതാണ്. പിന്നെ ലോകത്തുള്ള ഒരു ഹാക്കേഴ്സിന് പോലും ഇതിനെ ഹാക്ക് ചെയ്യാനോ ഇതിന്റെ IP അഡ്രസ്സ് ട്രേസ് ചെയ്യാനോ ഇന്നേ വരെ പറ്റിയിട്ടില്ല. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ നേഹ, പക്ഷെ ഇപ്പൊ നമുക്ക് തീരെ സമയമില്ല, നിനക്കറിയാലോ. അറിയാം കുക്കു, നീ ടെൻഷൻ ആവണ്ട, നമ്മൾ നമ്മുടെ അമ്മയും അച്ഛനെയും രക്ഷിച്ചിരിക്കും. നേഹ, നീ എന്താ ഈ പറയുന്നേ? അവൻ വെറും 10 മിനിറ്റ് സമയം തന്നിട്ടുള്ളൂ. ഈ ഫോണും വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിന്നാ നമുക്ക് നമ്മുടെ അമ്മയും അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ല. വേദ, നീ ടെൻഷൻ ആവാതെ അവർ പറയുന്ന ആദ്യം നീ കേക്ക്. പക്ഷെ കുക്കു, ഇതും വെച്ചിട്ട് എങ്ങനെ രക്ഷിക്കാനാ? സിദ്ധാർത്ഥ് സാർ, എന്തായാലും നമ്മൾ 4 പേര് ഇപ്പൊ അവന്റെ കൺട്രോളിലായിരിക്കും. അതുകൊണ്ടാണല്ലോ വീട്ടിലെത്തിയ കറക്റ്റ് ടൈമിൽ അവൻ വിളിച്ചത്. സോ ഐ തിങ്ക് സിദ്ധാർത്ഥ് സാറിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. സർ, യെസ് കമിൻ. സർ, ഒരു അർജന്റ് കോൾ ഉണ്ട്. മിസ് കാവ്യ അർജുൻ. കാവ്യോ? അല്ല, ഈ നേരത്തെ എന്താ അവള്? അതും ഓഫീസിലെ ഫോണില്. ആ ഓക്കെ, ലൈനിൽ കണക്ട് ചെയ്യാൻ പറയൂ. ഓക്കെ സർ. ഹലോ കാവ്യ, മോളെ എന്താ ഈ നേരത്ത്? ഹലോ സിദ്ധാർത്ഥ് അങ്കിൾ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആദ്യം അവനയച്ച ലൊക്കേഷൻ ഒന്ന് സെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ 4 പേരും ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ വരുന്നത് വരെയും അവനെ എന്തിനെങ്കിലും പിടിച്ചു നിർത്തണം. പിന്നെ അറിയാലോ, 4 പേരൊന്ന് സൂക്ഷിക്കണം. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട അങ്കിൾ, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് അങ്കിൾ വരാൻ നോക്ക്. ഹലോ മോനെ കൃത്തിക്കേ, ഇത് ഞാനാ സിദ്ധു അങ്കിള്. അപ്പൊ എങ്ങനെയാ കാവ്യ, പോവല്ലേ?
വെൽക്കം മിസ്റ്റർ കൃത്തിക്. എന്താടാ കൂട്ടത്തിലുള്ളവർത്തും ചത്തുമരച്ച് കിടന്നിട്ടും നിന്റെ ആഗ്രഹത്തിനൊരു കുറവും ഇല്ലല്ലോ. പോകേണ്ടവർ അങ്ങ് പോകും എന്ന് വെച്ച് എന്റെ ആഗ്രഹം ഞാൻ മാറ്റിവെക്കണം. എന്തായാലും നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് വന്നതല്ലേ, ആ സ്ഥിതിക്ക് എനിക്ക് വേണ്ട 4 സൈൻ അത് നിങ്ങൾ അങ്ങ് തന്നേക്ക്. അത് കഴിഞ്ഞാ എനിക്ക് എന്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. അങ്ങനെ നീ പറയുമ്പോ സൈൻ ചെയ്യാൻ അത് നിന്റെ തന്ത ഉണ്ടാക്കിയ കമ്പനി അല്ലല്ലോ. ഡാ നീ എന്താടിക്കേ നിന്റെ തന്തയെ പറഞ്ഞപ്പോ ഞങ്ങൾക്കങ്ങ് കൊണ്ടോ? എനിക്കറിയാടാ അന്ന് നീയൊക്കെ അത് ചെയ്തെന്ന്. പകരത്തിന് പകരം അതല്ലേ അതിന്റെ ഒരു ശരി. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരുക. മര്യാദയ്ക്ക് സൈൻ ചെയ്ത എല്ലാവർക്കും ഇവിടുന്ന് ജീവനോടെ പോവാം. അങ്ങനെ നീ പറയും പോലെ സൈൻ ചെയ്യാനല്ല ഞങ്ങൾ ഇതുവരെ വന്നത്. എന്റെ ഭാര്യയും പെങ്ങളെയും അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോവാനാ. അതിന് തടസ്സമായിട്ട് നീ വന്നാ പിന്നെ നീ നാളത്തെ സൂര്യോദയം കാണാൻ ഉണ്ടാവില്ല. നീ എന്താ ഈ പറയുന്നേ? ഞാൻ വിചാരിച്ച നിന്റെ തള്ളയുടെയും തന്തയുടെയും ജീവൻ ഈ നിമിഷം ഞാനങ്ങ് എടുക്കും. പിന്നെ നാളത്തെ സൂര്യോദയം കാണാൻ ആരാ ഉണ്ടാവുന്നെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡീക്കേ നീ കൊറേ നേരമായി പറയുന്നല്ലോ ഞങ്ങളുടെ അച്ഛനെ അമ്മയെ നീ തീർത്ത് കളയൊന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കടാ എന്റെ അച്ഛനെ അമ്മയും. അപ്പൊ നീയൊക്കെ എന്നെ നന്നാവാൻ സമ്മതിക്കില്ല അല്ലേ? വിക്രം തീർത്ത് കളഞ്ഞേക്കടാ രണ്ടെണ്ണത്തിനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കില്ലെന്ന്. DK എന്താ ഡീക്കേ നിന്റെ നാവ് ഇറങ്ങി പോയോ? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കി എന്റെ അച്ഛനെ അമ്മ തൊട്ട് നോക്കടാ നീ. അപ്പൊ നീയൊക്കെ കൂടെ ഒരുമ്പിട്ട് ഇറങ്ങിയതാണല്ലേ? ഇനി ഇനി നീയൊന്നും ഇവിടുന്ന് ജീവനോടെ പോവില്ല.
ദേ ഈ കിടക്കുന്നവന്മാരെ കൊണ്ട് ലാഭമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പുറത്തുനിന്ന് ഞാൻ ആളിറക്കിയത്, അതും നിന്നെയൊക്കെ തീർക്കാൻ. ഇനിയൊക്കെ ഇവിടുന്ന് ജീവനോടെ പോകുന്നത് എനിക്കൊന്ന് കാണണം. ആരാ ജീവനോടെ പോകുന്നേന്ന് നമുക്ക് കാണാടാ. അടിച്ചു കൊല്ലടയോമാരെ, ഒരൊറ്റ എറണ്ണ ഇവിടുന്ന് ജീവനോടെ പോവില്ലേ. അപ്പൊ ഋത്തിക്കേ, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്നേക്കാം. പിള്ളേരല്ലേടാ, അവർ കുറച്ചങ്ങ് സന്തോഷിക്കട്ടെ. കൊറേ കാലമായി ശരീരമൊക്കെ ഒന്ന് ഇളകിയിട്ട്, അല്ലേ കാർത്തി? കൊറേ കാലമായി ഒരു നാടൻ തല്ല് കണ്ടിട്ട്. ഹലോ സിസ്റ്റേഴ്സ്, നോക്കി വെച്ചോടോ, ഭാവിയിൽ ആവശ്യം വരും. അല്ല മോനെ നബി, അവര് അമ്മ, അച്ഛാ, നിങ്ങൾ പേടിക്കാതെ, അവർക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ സമാധാനമായിട്ട് ഗാലറി ഇരുന്ന് കളി കാണ്. ഏട്ടന്മാർക്കും അനിയന്മാർക്കും ഒന്നും സംഭവിക്കില്ല. കാർത്തി, അപ്പൊ എങ്ങനെയാണ് തുടങ്ങിയാലോ? Nie ma półka pustą, bezkresne wolą.
നിനക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണ, നീ സമാധാനായി സിദ്ധു. എനിക്ക് ഇനി ഇനി എന്റെ പിള്ളേർക്ക് സമാധാനമായിട്ട് ജീവിക്കാലോ അങ്ങോട്ട്. കൃഷ്ണേട്ട, എന്താ കാർത്തു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവർക്ക് അവർക്ക് സന്തോഷായി കാണടി. കൃഷ്ണേട്ട, ഋത്തിക്ക്, നവി, നിങ്ങളെ കൈകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തോ. ഈ അച്ഛന് സന്തോഷമേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല അച്ഛാ. ഞങ്ങൾ എന്തിന്റെ പേരിൽ അച്ഛനെ അറസ്റ്റ് ചെയ്യണ്ടേ? ഈ നാളിൽ കുത്തിയതിനോ? കൃഷ്ണ, ഇന്ത്യൻ ഗവൺമെന്റ് 10 കോടി രൂപയാ ഇവന്റെ തലയിൽ ഇട്ടേക്കുന്നേ. അതും പോരാഞ്ഞിട്ട് ഷൂട്ടഡ് സൈറ്റ് ഓർഡർ. വർഷങ്ങളായി ഞാൻ എന്റെ ടീം ഇവന്റെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അത് അവസാനിച്ചു. നീ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിനക്ക് നിന്റെ കുടുംബത്തിനും ഇങ്ങനെയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാം.
എന്നെയാണോ വിളിച്ചേ? അല്ല നവി, എന്താ ഋത്തിക്കേട്ടാ? നീ അച്ഛന്റെ കയ്യിൽ നിന്ന് കത്തി ഒന്ന് വാങ്ങിച്ചേ. ഓ അതിനെന്താ അച്ഛാ, ആ കത്തി ഒന്ന് തന്നെ. അച്ഛാ, അച്ഛ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇപ്പൊ ആ കത്തിയിൽ നവിയുടെ ഫിംഗർ പ്രിന്റാ. കള്ള മനുഷ്യ, നിങ്ങളെന്നെ പെടുത്തിയതാണല്ലേ. ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ DK അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ SI നവീനിന്റെ നേർക്ക് വന്ന ആക്രമണത്തെ തുടർന്ന് തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് തന്റെ നേർക്ക് വന്ന DKയെ തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചു നേരിടേണ്ടി വന്നു. കേസ് ക്ലോസ്ഡ്. This beat is produced by Zara Beats. എന്തായാലും നിങ്ങൾ ഇങ്ങനെ അധികം നേരം ഇവിടെ നിൽക്കണ്ട.
അപ്പൊ അന്ന് സിദ്ധു അങ്കളെ എല്ലാ കാര്യവും നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? മക്കളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സിദ്ധു എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തത്. എന്തായാലും മരിക്കേണ്ടവൻ മരിച്ചു. അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു. നിങ്ങൾ സമാധാനമായിട്ട് പോയിരിക്കുക. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനിയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. ശരി അച്ഛാ. എന്നാ ഞാനൊന്ന് പോയി കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അച്ഛൻ പറഞ്ഞത് ശരിയാ, പോകേണ്ടവൻ പോയി. ഇനി കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് നല്ലത്. Congratulations, 4 of you. താങ്ക്സ് സത്യ. താങ്ക്സോ? അത് ഞാനല്ലേടാ പറയേണ്ടത്. അന്ന് ഈ പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ തന്നില്ലായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഇപ്പൊ ഇവിടെ വരില്ലായിരുന്നു. ഇവരുടെ ഈ ചിരി എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് കൃതികെ. പിന്നെ മരുണെ, അർജുനെ, കിരണെ, താങ്ക് യു സോ മച്ച്. എക്സ്ക്യൂസ് മീ. ഞങ്ങൾ എന്തോരം വെയിറ്റ് ചെയ്തെന്ന് അറിയോ? എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് ചേച്ചി? സോറി കാവ്യമോളെ, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓ, അത് സാരമില്ലാന്നേ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇനി 2 ദിവസം കഴിഞ്ഞു പോയാ മതി. അയ്യോ വേദ, അത് പറ്റില്ല മോളെ. എന്ത് പറ്റില്ലാന്ന്? ചേച്ചി ഇവിടെ നിന്നിട്ട് പോയാ മതി. അത് മോളെ, സത്യം പറഞ്ഞ ഞാൻ നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കാനാ വന്നത്. എന്താന്ന് വെച്ചാ, അന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയുക, ഒരുപാട് നന്ദിയുണ്ട് 4 പേർക്കും. എന്താ ദേവ ചേച്ചി ഇത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമുക്കതിനി മറക്കാം. ഇവിടെ ഇനി അതൊരു ചർച്ചാ വിഷയമാക്കണ്ട. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ സെന്റി അടിച്ചിരിക്കുക. അതൊന്ന് ചിരിച്ചേ. ആ പിന്നെ ചേച്ചി, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ ആവശ്യമുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ജോയിൻ ചെയ്യാം. അല്ല കാവ്യ, അതിന് കുക്കുമില്ലേ? എന്റെ പൊന്ന ചേച്ചി, കുറച്ച് വിവരവും വെള്ളിയാഴ്ചയുള്ള ഒരു ഡോക്ടറെ ആവശ്യം. ആ പിന്നെ ഞാൻ അടുത്ത ആഴ്ച US പോവാ ഹയർ സ്റ്റഡീസിനായിട്ട്. സോ അതും കൂടെ പറയാനാ ഞാൻ വന്നത് ഇവിടെ. അല്ല, അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് പോകുന്നേ? പെട്ടെന്നൊന്നും അല്ല നേഹ, അഡ്മിഷൻ ശരിയായിട്ട് ഏകദേശം 1 മാസമായി. അപ്പോൾ ഇനിയെങ്കിലും അവിടെ പോയില്ലെങ്കിൽ എനിക്ക് അവിടെ തുടരാൻ പറ്റില്ല. ഓക്കെ ചേച്ചി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
കാർത്തു കാർത്തു സിദ്ധു, ഇത് ഞാനാ കൃഷ്ണ. ആ കൃഷ്ണ, കേറി വാ. കാർത്തൂർ പിള്ളേരും പേടിക്കണ്ട, അവരാരും അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം. സിദ്ധു, എവിടെയാണ്? വാ.